ഹലോ ഹലോ എവ്രിവൺ. ഹലോ പിൻബിൾ ഹലോ പറഞ്ഞോ. അക്കാദമിയുടെ കീഴിലായിട്ട് നമ്മൾ നടത്തി വരുന്ന പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ്, ആ കോഴ്സിലൂടെ കടന്നു വന്നിട്ടുള്ള പാർട്ടിസിപ്പൻസ് അവരുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വെബിനാറുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ ലൈഫിൽ വ്യത്യസ്തമായിട്ടുള്ള ട്രെയിനിങ് കരിയറിലേക്ക് തിരിയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ രൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. 13ാമത്തെ ബാച്ചിൽ നിന്ന് മുബാറക് ഹൈദർ ചാവക്കാട് സ്വദേശിയാണ്. ഇപ്പോൾ ദുബായിൽ ഓപ്പറേഷൻ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. നമ്മുടെ കോഴ്സ് അതിൽ പങ്കാളികളാവുകയും അതോടൊപ്പം തന്നെ ട്രെയിനിങ് എന്നുള്ള ഒരു വലിയ മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. തീർച്ചയായിട്ടും ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. കമ്മ്യൂണിക്കേഷൻ, പബ്ലിക് സ്പീക്കിംഗ്, ട്രെയിനിങ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള സ്കില്ലുകൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ ആളുകളുമായിട്ട് വളരെ എളുപ്പത്തിൽ അവരുടെ മെസ്സേജുകളെ കൺവേ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഏതൊരു മനുഷ്യനായി കഴിഞ്ഞാലും അവരവർക്ക് അവരുടേതായിട്ടുള്ള മെസ്സേജുകൾ ഉണ്ടാകും. ഈ മെസ്സേജുകളെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൺവേ ചെയ്യാനുള്ള ടെക്നിക്കുകൾ നമ്മൾ സ്വായത്തമാക്കുക, അതോടൊപ്പം തന്നെ അതിനാവശ്യമായിട്ടുള്ള കോൺഫിഡൻസ് നമ്മൾ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മറ്റു സ്കില്ലുകൾ ആർജിച്ചെടുക്കാൻ പറ്റുന്നത് പോലെ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ ഒരു മനുഷ്യൻ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് കമ്മ്യൂണിക്കേഷൻ നേടിയെടുക്കാൻ പറ്റും. പബ്ലിക് സ്പീക്കിങ്ങിലേക്ക് ഒരാൾക്ക് അത്ര സ്കില്ലില്ലാത്ത ഒരാളാണെങ്കിൽ അദ്ദേഹം അതിലേക്ക് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ സ്കില്ല് നേടിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ ഓരോ സ്കില്ലുകളും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ്. ഇതേപോലെ തന്നെ അങ്ങനെ ഒരു സ്കില്ലിന്റെ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സാധനമാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കോൺഫിഡൻസ്, ഒരു വിഷയത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഒരാൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ആ കോൺഫിഡൻസ് ആ ഒരു വിഷയത്തിലേക്ക് ആക്ഷൻ എടുത്ത് അദ്ദേഹത്തിന് ആ ഒരു കോൺഫിഡൻസിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് പഠിക്കുന്നതോടൊപ്പം അതിന്റെ ആക്ഷനിലേക്ക് വരുന്നതോടെ അദ്ദേഹത്തിന് കോൺഫിഡൻസ് ലഭിക്കുന്നു. ട്രെയിനിങ് സ്കില്ലില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ട്രെയിനിങ് എങ്ങനെയാണ് എടുക്കുക എന്ന് കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ആ ട്രെയിനിങ് എടുത്തു തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് കോൺഫിഡൻസ് രൂപപ്പെടുന്നു. ഇങ്ങനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു രീതിയിൽ നമ്മൾ ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ഏതൊരു പ്രവർത്തനവും ആക്ഷൻ ഓറിയന്റഡ് തന്നെയാണ്. ആക്ഷൻ ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഏതൊരു പ്രവർത്തനത്തെയും സമീപിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് കുറെ കൂടി ശരിക്കും കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്കൊരു ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് സെക്യൂരിറ്റിയിലേക്കുള്ള ഒരു യാത്രയാണ്. കാരണം കോൺഫിഡൻസ് ഇല്ലായ്മ വരുന്നത് ഇൻസെക്യൂരിറ്റിയാണ്. നമുക്കുള്ള ഒരു സ്ഥലത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കോൺഫിഡൻസ് ഇല്ല എന്ന് പറയുന്നത് അവിടെ ഒരു ഇൻസെക്യൂരിറ്റി. ആ ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് സെക്യൂരിറ്റിയിലേക്ക്, ഫെമിലിയാരിറ്റി അല്ലെ, അൺഫെമിലിയാരിറ്റിയിൽ നിന്ന് ഒരു ഫെമിലിയാരിറ്റിയിലേക്ക്, അൺകംഫർട്ടബിളിൽ നിന്ന് ഒരു കംഫർട്ടബിളിലേക്കുള്ള ഒരു യാത്രയാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കാനുള്ള ഒരു 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 ത്രാണിയിലേക്ക് നമ്മൾ ഒരു ട്രെയിനിങ് കഴിയുമ്പോൾ നമ്മൾ എത്തുന്നു. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ആക്ഷനുകളിലൂടെ നമ്മൾ ഉയരങ്ങളിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിലാണ് നമ്മൾ ട്രെയിനിങ്ങിനെ നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ട്രെയിനേഴ്സ് ടോക്ക് നയിക്കുന്നത് മുബാറക് ഹൈദർ ആണ്. അപ്പോൾ പോർട്ട്ഫോളിയോ ഡിസൈനിങ് എന്നുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് അദ്ദേഹം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു വിഷയം വളരെ മനോഹരമായി തന്നെ അവതരിപ്പിക്കാനും അതേപോലെ തന്നെ അതിൽ നിന്ന് നമുക്കൊരു നോളജ് കരസ്ഥമാക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ട്രെയിനേഴ്സ് ടോക്കിലേക്ക് എത്തിച്ചേർന്ന എല്ലാവർക്കും സന്തോഷങ്ങളും അറിയിക്കുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യുന്ന മുബാറക് ഹൈദറിനെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടും ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ഇൻവൈറ്റ് ചെയ്തുകൊണ്ടും ഞാൻ എൻ്റെ സംസാരത്തെ ഞാനിവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ മൈക്ക് മുബാറക് ഹൈദർ സാറിന് ഞാൻ കൈമാറിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Good evening. First of all,
ഫൈസൽ സർ, യെസ്. വളരെയധികം ഞാൻ ആദ്യമായിട്ട് എന്നെ സ്വാഗതം ചെയ്യുന്നതിലും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിലും ഞാനൊരു മെന്റർ സ്ഥാനത്ത് കാണുന്നതും അതേപോലെ തന്നെ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് കൈപിടിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണെങ്കിലും പിന്തുടർന്ന് ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് കടക്കാൻ വേണ്ടി എനിക്ക് തന്ന സപ്പോർട്ട്, അതിനും എൻ്റെ ഡീപ്പ് ഹാർട്ടിൽ നിന്ന് താങ്ക് യു സോ മച്ച്. പിന്നെ ഞാൻ വളരെയധികം എനിക്ക് സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആളുകള് ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്നത് പോലെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. എന്റെ ഇൻഡക്ഷൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ പേര് മുബാറക് ഹൈദർ. ഓഡിയൻസിന് ഒരു 1-2 പേർക്കും എന്നെ അറിയാം, ബാക്കിയുള്ളവരൊന്നും പരിചയമില്ലാത്ത ആളുകളാണ്. ഞാൻ നാട്ടിൽ തൃശ്ശൂര് ചാവക്കാട്, ഇപ്പോ ദുബായിലെ ഒരു മെഡിക്കൽ സെന്ററിൽ ഓപ്പറേഷൻസ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്നു. ട്രെയിൻ ദ ട്രെയിനർ എന്നുള്ള പ്രോഗ്രാമിൽ കോഴ്സിൽ 13ാമത്തെ ബാച്ചില് ഒരു സ്റ്റുഡന്റ് ആണ്. എന്റെ വിഷയം ഞാൻ ഇന്ന് തെരഞ്ഞെടുത്തിട്ടുള്ളത് പോർട്ട്ഫോളിയോ ഡിസൈനിങ്. എന്റെ വർക്ക് ഫീൽഡുമായിട്ട് പ്രത്യേകിച്ചൊരു ബന്ധമൊന്നും ഇതിനില്ല. ഞാനൊരു ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടോ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു തരത്തിലുള്ള ഡിഗ്രിയോ കരസ്ഥമാക്കിയിട്ടുള്ള ആളൊന്നുമല്ല. എന്നാലും എന്റെ ജീവിതത്തിന്റെ കുറച്ച് വർഷങ്ങളായിട്ട് ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് സ്ട്രാറ്റജി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്നുള്ള ഒരു ടാസ്ക് ആണ് ഞാൻ ഇന്ന് എടുത്തത്. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്ന ചില മേഖലകളിലേക്ക് ടച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ വിഷയത്തിലേക്ക് കടക്കാം. ആ വിഷയത്തിന് കടക്കുന്നതിന് മുന്നേ എനിക്ക് 3 കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പറയാം. ഇവിടെ ഇരിക്കുന്ന അല്ലെങ്കിൽ എന്റെ ഈ അതിനു മുന്നേ ഞാൻ എന്റെ ഓഡിയോ നിങ്ങൾക്കെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, പരമാവധി കേൾക്കുന്ന നിങ്ങൾ ചാറ്റ് ബോക്സിൽ പരമാവധി ഞാൻ ചോദിക്കുന്ന, കാരണം എനിക്കൊരു ഇന്ററാക്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, ഓഡിയൻസുമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം ഒരു സ്റ്റേജ് ഫോബിയ കൂടുതലുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങളുടെ ഒരു റെസ്പോൺസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സ് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാലും ഞാൻ സന്തോഷമാണ്. അപ്പൊ അത് നിങ്ങളിൽ നിന്ന് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ വെയിറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവർക്കും എന്റെ വോയിസ് കേൾക്കുന്നുണ്ട്, എന്നെ കാണാൻ കഴിയുന്നു അല്ലെ? ഓക്കെ, ഷീബ മാം, താങ്ക്സ്. അപ്പോ നിങ്ങളെല്ലാവരും എനിക്ക് തോന്നുന്നു ഓരോ സ്ഥാപനങ്ങളില് അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടേഴ്സോ പ്രൈവറ്റ് സെക്ടേഴ്സിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളായിരിക്കും. നമുക്ക് എല്ലാവർക്കും മന്ത്ലി ഏർണിങ്സ്, നമുക്ക് സാലറിയോ അല്ലെ വേജസോ ഇൻസെന്റീവോ എല്ലാ തരത്തിലും കിട്ടുന്ന ആളുകളായിരിക്കും അല്ലെ? ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര പേര് എമർജൻസി ഫണ്ട് എന്നുള്ള വാക്ക് കേട്ടു? എമർജൻസി ഫണ്ട്, ഞാൻ അതിനൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. എമർജൻസി ഫണ്ട് എന്ന് പറയുന്നത് നമുക്കൊരു ബേസിക് നീഡ്സ് ഉണ്ടാവുമല്ലോ. ഒരു ബേസിക് നീഡ്സ്, അതായത് സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഉടനടി നമ്മൾ നമുക്ക് ചെയ്യുന്ന നമ്മളുടെ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ നമ്മൾക്ക് റെന്റ് കൊടുക്കുക, അതേപോലെ തന്നെ നമുക്ക് ഫുഡ് എക്സ്പെൻസസ്, കുട്ടികളുടെ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു കാര്യം, അതെല്ലാം എന്നുണ്ടെങ്കിൽ ലോൺ പേ ബാക്ക്. പിന്നെ നമുക്ക് അങ്ങനെ വരുന്ന നമ്മളുടെ സാലറി കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ പ്രിഫർ ചെയ്യുന്ന ഒരു പേയ്മെന്റ് ബാക്ക്. ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു എമർജൻസി ഫണ്ട് എന്നുള്ള ടേമൈസ് കൊടുക്കും. കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ജോലി നഷ്ടപ്പെടുക, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കൺട്രിയിൽ നിന്ന് വേറൊരു കൺട്രിയിലേക്ക് മൂവ് ചെയ്യേണ്ട ഒരു ടൈം ഗ്യാപ്പ് വരിക, ആ ടൈം നമുക്ക് ഒരു ഫിക്സ്ഡ് ഏർണിംഗ് കിട്ടുന്നില്ലാത്ത ഒരു അവസ്ഥ വരിക, അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്കൊരു എമർജൻസി ഫണ്ടിന്റെ ഒരു ആവശ്യം വളരെയധികം കാര്യമായിട്ടൊരു കാര്യം തന്നെ. സഡൻലി ഒരു ഹോസ്പിറ്റൽ, കാരണം ചില ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജ് ഇല്ലാത്ത ഒരാളുകൾ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫൈനാൻഷ്യലി സപ്പോർട്ട് വേണ്ട ഒരു കാര്യം വരുമ്പോൾ നമുക്ക് ഒരു എമർജൻസി ഫണ്ടിന്റെ ഒരു ആവശ്യം വരാറ്. അങ്ങനെ നമ്മൾ എമർജൻസി ഫണ്ട് നമ്മൾ കീപ്പ് ചെയ്യാറുള്ള
ആളുകൾ ഉണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. എനിക്ക് തോന്നുന്നു മെജോറിറ്റി നമ്മളുടെ ആളുകൾ, ഇൻക്ലൂഡിങ് മൈസെൽഫ്, ഐ ഡിഡ് നോട്ട് ഹാവ് ദാറ്റ് മച്ച് എമർജൻസി ഫണ്ട് ബാക്കപ്പ് ഏർലിയർ. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നോ, അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകുമ്പോൾ അതിന് നമുക്ക് ഒരു ചെറിയൊരു ഫണ്ട് അതിനായിട്ട് കീപ്പ് ചെയ്യുന്നത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. അങ്ങനെ എമർജൻസി ഫണ്ടിനെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാവുന്നതാണ്. ഹൗ വി ക്യാൻ മെഷർ ദ എമർജൻസി ഫണ്ട് ഫ്രം അവർ സാലറി. അതിനൊരു ഫോർമുല എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളതും ഞാൻ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ബേസിക് നീഡ്സ്, നമ്മളുടെ സാലറി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു 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 50% നമ്മൾ പൊതുവേ നമ്മളുടെ ബേസിക് നീഡ്സിനായിട്ട് ഉപയോഗിക്കാറ്. അതിനെ മൾട്ടിപ്ലൈ ഇൻറ്റു 6 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഒരു എമർജൻസി ഫണ്ടിനുള്ള ഒരു ഫണ്ട് കീപ്പ് ചെയ്യാനായിട്ട്. ഞാനൊരു കാരണവശാലും ഒരാളോടും ഞാൻ എന്ത് ചെയ്യാറില്ല, എമർജൻസി ഫണ്ട് നമ്മളിങ്ങനെ ഫിസിക്കലി ടു ബി കെപ്റ്റ് ഇൻ അവർ ഹാൻഡ്സ്, ഐ വിൽ നോട്ട് റെക്കമെൻഡ് ദാറ്റ്. അപ്പൊ എനിക്കത് അതിനോട് ഒരാളോടും എനിക്ക് അത് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനൊരു റേഷ്യോ നമുക്ക് അതിന്റെ 70% നമുക്ക് അതിനെന്ത് ചെയ്യാം, ഫിക്സഡ് ഡെപ്പോസിറ്റിലേക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. എനിക്ക് ഈ ഒരു ഞാൻ എന്റെ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ we never ever expected from emergency fund to get any types of return. എനിക്ക് അതാണ് എല്ലാവരോടും പറയാനുള്ളത്. അപ്പൊ നമ്മള് എമർജൻസി ഫണ്ടിന്റെ 70% when we do the investment on as a fixed deposit, don't expect 7% or 8% the return from it. എനിക്ക് ഒരാളോടും അത് റെക്കമെൻഡ് ചെയ്യാനില്ല. ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ ആ ഒരു 70% നോട്ട് ടു കീപ് ഇൻ ദ ഹൗസ്, കീപ് ഇൻ ദ ബാങ്ക്. പക്ഷെ എല്ലാ ബാങ്കുകളും ഫിക്സഡ് ഡെപ്പോസിറ്റ് കൊടുക്കുന്ന സമയത്ത് ഒരു ക്ലോസ് അവിടെ പരമാവധി നമുക്ക് എന്ത് ചെയ്യാം, റിക്വസ്റ്റ് ചെയ്യാം ബാങ്കിനോട്, ഡോണ്ട് ലോക്ക് മൈ ഫണ്ട് ആസ് എ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻ എ ലോങ് ടേം പീരീഡ്. അല്ലെ, നമുക്ക് 1 ഇയറും 2 ഇയേഴ്സും 3 ഇയേഴ്സും 5 ഇയേഴ്സും ഒക്കെ അതിനെ കീപ്പ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു ഫണ്ട്, ഒരു ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ നോട്ട് ഹാവ് ദാറ്റ് ടൈപ്സ് ഓഫ് ലോക്ക്. അങ്ങനെ അതിന്റെ 70% കീപ്പ് ചെയ്തതിനു ശേഷം 20% നമ്മൾ കഴിയുന്ന ആ ഒരു എമർജൻസി ഫണ്ട് നമ്മളായിട്ട് കീപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ഫണ്ടിനെ സേവിങ്സ് ബാങ്കിലേക്ക്, അക്കൗണ്ടിലേക്ക് നമ്മൾ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നമുക്ക് എന്തെങ്കിലും പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി ആയിട്ട് നമ്മളുടെ കയ്യിൽ കീപ്പ് ചെയ്യുന്നതിനേക്കാൾ ബെറ്റർ വി കുഡ് കീപ് എനി ടൈം വി ക്യാൻ വിഡ്രോ ആസ് എ ക്യാഷ് ഫ്രം ദ ATM മെഷീൻ. ബട്ട് ഇറ്റ് വിൽ നോട്ട് ഹാവ് ദാറ്റ് മച്ച് ഇൻട്രസ്റ്റ് റേറ്റ്. നമുക്കൊരു 2% നമുക്ക് എന്ത് ചെയ്യാം, അതിൽ നിന്നൊരു റിട്ടേൺ നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ വിചാരിച്ചിട്ടല്ല, പക്ഷെ ബാങ്ക് ക്യാൻ പ്രൊവൈഡ് ദാറ്റ്. അല്ലെ, നമുക്ക് അങ്ങനെയും എന്ത് ചെയ്യാം, ആ ബാങ്കിലേക്ക് നമുക്ക് അതിനെ എമർജൻസി ഫണ്ടിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് വെക്കാം. The rest 10% can be kept as a cash in hand in your hands. നമുക്ക് വരുന്ന ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ ക്രൈസിസ്, അതല്ലെങ്കിൽ ഒരു പെട്ടെന്നുള്ള ഒരു ഹോസ്പിറ്റൽ കേസ്, ഇഫ് ദ പീപ്പിൾ ദേ ഡു നോട്ട് ഹാവ് ദാറ്റ് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ്, ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഉപയോഗിക്കാനായിട്ട്. നമുക്ക് എന്ത് ചെയ്യില്ല, അതിനെ കുറിച്ചിട്ടുള്ള ഒരു ആങ്സൈറ്റിയോ ഒരു വറിയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമുക്കത് ഉടനടി ഉണ്ടാകില്ല. നമ്മുടെ കയ്യിൽ എന്ത് ചെയ്യുന്നുണ്ട്, എമർജൻസി ഫണ്ട്. അല്ലേ, അപ്പോ നമ്മളുടെ ഒരു സൈഡ് നമ്മൾ അതൊരു എമർജൻസി ഫണ്ടായിട്ട് കീപ്പ് ചെയ്യും. നെക്സ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ് നമ്മളുടെ ഫാമിലി ലൈഫിലും നമ്മളുടെ ഫ്രണ്ട് സർക്കിളിലേക്കും എത്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടർ. അല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ടാവും, വി ഹാഡ് സീൻ ഇൻ ദ പാസ്റ്റ് 4-5 years നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഒരുപാട് അസുഖങ്ങൾ നമുക്ക് ക്രോണിക് കണ്ടീഷൻസ് ആയിട്ടും അക്യൂട്ട് കണ്ടീഷൻസ് ആയിട്ടും നമ്മൾ കാണാനിടയായി. നമ്മൾ പേര് കേട്ട് പോലും ഇല്ലാത്ത പലതരത്തിലുള്ള അസുഖങ്ങൾ വരാനിടയായി. എന്ത് സംഭവിച്ചിട്ടുണ്ടാവും, ദ ഫാമിലി might not have that types of insurance coverage. നമുക്ക് അതിനെ തരണം ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്ക് ആ ഒരു ടൈമിൽ ഫൈനാൻഷ്യലി നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സൗണ്ട് പ്രൊട്ടക്റ്റഡ് ആയിരുന്നില്ല നമുക്ക്. അല്ലേ, അപ്പൊ നമുക്ക് ചിന്തിച്ചിട്ടുണ്ടോ, ആ ഒരു സമയത്ത് നമുക്കൊരു ഹെൽത്ത് ഇൻഷുറൻസിന്റെ കവറേജ് ഉണ്ടായിരുന്നെങ്കിൽ ഇറ്റ് കുഡ് ഹാവ് റിസോൾവ് ബൈ ദ ഇൻഷുറൻസ് കമ്പനി ദംസെൽഫ്. അല്ലെ, എല്ലാ തരത്തിലുള്ള സാഹചര്യവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, അത് കവർ ചെയ്യാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി നമ്മളുടെ ആളുകളെല്ലാം ഒരു ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റിയിട്ടുള്ള ഒരു ഫാക്ടറും കൂടി എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. അത് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും ഇന്ന് ന്യൂക്ലിയർ ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളുടെ ഒരു ഫാമിലിയിൽ നമുക്ക് മക്കളും നമ്മളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ ഫാദറും മദറും ഉണ്ടെങ്കിൽ ഐ റെക്കമെൻഡ് ദാറ്റ് don't do the insurance in a full family in a single insurance package, single group insurance. Try to make it a separate.
രണ്ടും സെപ്പറേറ്റ് ആവാൻ നോക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസ് പാക്കേജ് ദ പ്രീമിയം ഈസ് കൺസിഡേർഡ് ബൈ ഡിപ്പെൻഡിങ് അറ്റ് ഏജ്, അല്ലെ? നമ്മളുടെ ഏജ് നോക്കിയിട്ടാണ്. അപ്പൊ നമ്മുടെ ഫാദറിന്റെ ഏജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, മദറിന്റെ ഏജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ, ഇതിന്റെ പ്രീമിയം ക്യാൻ ബി ഇൻക്രീസ്ഡ് വാട്ട് എവർ വി എക്സ്പെക്ടഡ്, അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ആ എക്സ്പെക്ടേഷന്റെ കവർ ചെയ്യാനായിട്ട് രണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പായിട്ട് ഇൻഷുറൻസ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദ പ്രീമിയം വിൽ ബി ലെസ്, ദ കവറേജ് വിൽ ബി മോർ. നമ്മൾ രണ്ട് തരത്തിലും പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടാനുള്ള സാധ്യത. ഇനി മൂന്നാമത്തെ ഒരു ഫാക്ടറും കൂടി മണി മാനേജ്മെന്റിന്റെ ഒരു ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറും കൂടിയാണ്. നമ്മൾ തന്നെയാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഒരു ഗാർഡ് എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു വ്യക്തി പെട്ടെന്ന് ആ പ്രസൻസ് ഇല്ലാണ്ടാകുമ്പോൾ നമുക്ക് ഉറപ്പായിട്ട് നമ്മളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലൈഫ് ഇൻഷുറൻസിന്റെ ഒരു പാക്കേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് മൈ ഫാമിലി ലേറ്റ്. നമുക്ക് ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത്, ലൈഫ് ഇൻഷുറൻസ് എന്നുള്ളത് എങ്ങനെ എടുക്കണം? അതിനെല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന, അതല്ലെങ്കിൽ നമ്മൾ പൊതുവെ എക്സ്പേർട്സ് ഒക്കെ പറയുന്ന പോലെ ടേം ഇൻഷുറൻസ് പരമാവധി എടുക്കുക. എങ്ങനെയാണ് നമ്മൾ അതിന്റെ ഔട്ട്കം, അല്ലെങ്കിൽ എത്ര ലിമിറ്റിലുള്ള ഇൻഷുറൻസ് കവറേജ് നമ്മൾ എടുക്കണം എന്ന് വരുമ്പോൾ അതിന് ഏറ്റവും കൂടുതൽ നല്ലത് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, ട്രൈ ടു കാൽക്കുലേറ്റ് യുവർ ആനുവൽ ഇൻകം യുവർ സെൽഫ്. നിങ്ങളിൽ എല്ലാവർക്കും തന്നെ ഇത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിന്റെ നിങ്ങളുടെ ഓരോ വ്യക്തിയുടെയും ഓരോ നമ്മളിൽ വരുന്ന ഫ്രണ്ട്സുകളുടെയും ആനുവൽ ഇൻകം എത്രയാണെന്ന് നോക്കുക. അതിന്റെ 20 ടൈംസ് മടങ്ങ് നമ്മൾ നോക്കുക. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഒരു ആനുവൽ ഇൻകം 5 lakh, അതിന്റെ 20 ടൈംസ് എന്ന് പറയുമ്പോൾ അതായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക, നമുക്കൊരു 1 crore എന്നുള്ള ഒരു പ്രീമിയം ലിമിറ്റിലേക്കുള്ള ഒരു ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർ ഫാമിലി വിൽ ബി പ്രൊട്ടക്റ്റഡ് ലേറ്റ്. ഇനി എന്റെ വിഷയത്തിലേക്കാണ് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളുടെ ഫാമിലി അല്ലെങ്കിൽ നമ്മളുടെ ഏർണിങ്സ്, ആ ഏർണിങ്സിന് എവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെയാണ് ആ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്യേണ്ടത്, എങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ നമ്മൾ സ്വയം ഡിസൈൻ ചെയ്യും. അതിന് ഏതെങ്കിലും ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടന്റിന്റെ ആവശ്യമുണ്ടോ, ഒരു ടാക്സ് കൺസൾട്ടന്റ് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ മണി മാർക്കറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് some of the, as like me, I don't have the sound knowledge in the the money market because I do not have that master degree. So നമുക്ക് അങ്ങനത്തെ ആ ഒരു എബിലിറ്റി ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ ഡിസൈൻ ചെയ്യാന്നുള്ളത്, ആസ് എ നോർമൽ ഹ്യൂമൻ ബീയിങ് നമ്മൾ എങ്ങനെയാണ് ഇതിനെ കാൽക്കുലേറ്റ് ചെയ്യാറ്? എനിക്ക് പറയാനുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മളുടെ ബേസിക് നീഡ്സിന് എത്രയാണ് എമൗണ്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് നോക്കുക, അല്ലെ? അപ്പൊ അതിനൊരു ബഡ്ജറ്റിംഗ് ചെയ്യുമ്പോൾ ഒരു റേഷ്യോ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50-30-20 എന്നുള്ള റേഷ്യോ. നമ്മളുടെ സാലറി, എക്സാമ്പിൾ 1 month സാലറി ഏൺസ് 1 lakh rupees. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് EMI ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കുറച്ച് എമൗണ്ട് മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. കുട്ടികളുടെ സ്കൂൾ ഫീസ് ആയിട്ട് കുറച്ച് മാറ്റി വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഒരു ക്ലോത്ത്സ്, നമ്മളുടെ ഒരു ലക്ഷൂറിയസ് ടൈപ്പ് ക്ലോസ് അല്ല ഞാൻ പറയുന്നത്, നമുക്കൊരു നോർമലി മന്ത്ലി നമുക്ക് എടുക്കേണ്ട ക്ലോസ് എന്നുള്ളത്. അതേപോലെ തന്നെ മറ്റുള്ള ലോൺ ബാക്ക്, ഫുഡ് എക്സ്പെൻസസ്, ഹോസ്പിറ്റൽ കേസസ്, മെഡിസിൻ, ആ റിലേറ്റഡ് ആയിട്ടുള്ള നമുക്ക് ബേസിക് നീഡ്സ് എന്ന് പറയുന്ന ആ തരത്തിലുള്ള എക്സ്പെൻസസ് കവർ ചെയ്യാനായിട്ട് മന്ത്ലി നമുക്ക് എന്ത് ചെയ്യുന്നു, മാറ്റിവെക്കേണ്ട എമൗണ്ട് വി ക്യാൻ കൺസിഡർ ഇസ് എ 50%. ഇറ്റ് ക്യാൻ ബി കോൾഡ് ലൈക്ക് നീഡ്സ്. ആ ഒരു 50% നമ്മളുടെ നീഡ്സിനായിട്ട് നമ്മൾ മാറ്റി. 50% ചില ആളുകൾക്ക് അത് 70-ഓ 80-ഓ ആവശ്യം വരാം. ചിലത് നോക്കുമ്പോൾ 100-ന് മുകളിൽ തന്നെ നമ്മൾ സാലറി ഏൺ ചെയ്യുന്ന, അല്ലെങ്കിൽ ചില എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ഇൻവെസ്റ്റേഴ്സ് അവർ ചെയ്യുന്ന പ്രോഫിറ്റ്, അൺഎക്സ്പെക്ടഡ് പ്രോഫിറ്റിൽ നിന്ന് മോർ ദാൻ ഇറ്റ് ദേ ഹാവ് ടു സ്പെൻഡ് ഫോർ ദ ബേസിക് നീഡ്സ്. അതിന് നമ്മൾ വേറൊരു മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ആസ് എ നോർമൽ ഹ്യൂമൻ ബീങ് നമുക്ക് ഒരു 50% ഇറ്റ് ക്യാൻ ബി കൺസിഡർഡ് ഫോർ എ നീഡ്സ്. 30% ഒരു 30,000, ഒരു 1 lakh എന്നുള്ള 30,000 നമ്മൾ എന്ത് ചെയ്യണോ, നമ്മുടെ വാണ്ട്സ്. നമുക്ക് ചില മന്ത്ലി നമുക്കൊരു ഫോൺ എടുക്കണം എന്നുള്ള ആഗ്രഹം,
അത് ഇറ്റ് ഡസ് നോട്ട് വാണ്ട് ഇറ്റ് ടു മേക്ക് ഇറ്റ് റിക്കറന്റ് മന്ത്സ്. നമുക്ക് ആ ഒരു മാസത്തെ ആയി കഴിയുമ്പോൾ ആ ഒരു ആഗ്രഹം നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് സാധിച്ചെടുക്കണം തോന്നാറുണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ആ ഒരു മന്ത് നമുക്കുള്ളത് 30,000 ആണ്. നമ്മളുടെ ഫോണിന് വരുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് 45,000 ആണ്. ആ ഒരു മന്തിൽ 30,000 മാറ്റി വെച്ചിട്ട് നെക്സ്റ്റ് മന്തിൽ നമുക്ക് വരുന്ന ആ ഒരു 30% നിന്ന് അതല്ല ബേസിക് നീഡ്സിൽ കുറച്ച് എന്തെങ്കിലും മാറ്റി വെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ വാണ്ട്സ് ഇറ്റ് ക്യാൻ ബി ഫുൾഫിൽഡ് ഈസിലി. ലാസ്റ്റ്, very interesting, and I recommend all of my friends must do that. 20% from your earning, it must be invested in the place of market. നിങ്ങൾക്ക് ഏത് ടൂൾസ് ഉപയോഗിക്കാം, ഒരുപാട് ടൂൾസ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യണം, അതിനെ സ്റ്റഡി ചെയ്തുകൊണ്ട് വളരെ അറിയാവുന്ന ആളുകളുമായി കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി our government provides a lot of tools in the market. അല്ലേ? അവിടെ ആ 20% can be considered as an employee earns every month as a salary 1 lakh rupees. So 20,000 rupees must be invested some of the places. അവിടെ ഈ 20,000 ഞാൻ എന്ത് ചെയ്യണം? അവിടെയാണ് നമ്മളുടെ ഒരു ഫൈനാൻഷ്യൽ പോർട്ട്ഫോളിയോ അതല്ലെങ്കിൽ മണി മാനേജ്മെന്റിന്റെ ഒരു പവർ കാണാൻ കഴിയുന്നത്. അത് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ എൻ്റെ ആ ടോപ്പിക്കിലേക്ക് ഞാൻ വരുന്നത്. 20,000 നമുക്ക് നമ്മളുടെ ഒരു ഏജിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്കതിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിന് പറയാനുള്ള ഒരു ഫോർമുല, ഞാൻ തന്നെ ഡിസൈൻ ചെയ്ത ഒരു ഫോർമുല ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. 100 മൈനസ് എക്സ് എന്നുള്ളത്. 100 മൈനസ് എക്സ് എന്ന് പറയുന്നത് 100 എന്നുള്ളത് റിസ്ക് അസറ്റ്സ്, ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ്, ഇറ്റ് ക്യാൻ ബി ചേഞ്ച്ഡ്, ഹൈ റിട്ടേൺ ഇൻവെസ്റ്റ്മെന്റ്സ്. മൈനസ് എക്സ് എന്ന് പറയുന്നത് എക്സ് ഈസ് ഈക്വൽ ടു യുവർ ഏജ്. നിങ്ങളിൽ ഇവിടെയുള്ള ആളുകളെല്ലാം ആ എക്സ് എന്ന സ്ഥാനത്ത് നിങ്ങളുടെ ഏജിനെ നിങ്ങൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, ഞാൻ എന്ത് ചെയ്യണം, ഐ എം കൺസിഡറിങ് ദ ഏജ് ആസ് എ 30. ഓക്കെ, 100 മൈനസ് 30, 30% ഇൻവെസ്റ്റ്മെന്റ് ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സ്റ്റേബിൾ ഇൻവെസ്റ്റ്മെന്റ്. നമുക്കതിനെ പറയാം, എൻ്റെ ഏജ് 30 എന്നുള്ള ആ ഏജിനെ സ്റ്റേബിൾ ആയിട്ട്, അതായത് എനിക്ക് 70% ആ ഒരു ഏരിയ എനിക്ക് ഹൈ റിസ്ക് റിട്ടേൺസ് എടുക്കാവുന്ന രീതിയിൽ അവിടെ എനിക്ക് എന്ത് ചെയ്യാം, ഇൻവെസ്റ്റ് ചെയ്യാം. 30% എനിക്ക് അഷ്യൂർഡ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് വരുന്ന റിട്ടേൺസിലേക്ക് എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. നമുക്ക് എന്ത് സ്റ്റേബിൾ ആയിട്ടുള്ള റിട്ടേൺസ് വരുന്നത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു വേർഡാണ് ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്ത ആളുകളെല്ലാം ഇതിലുണ്ടെന്ന് ധരിക്കുന്നു. നിങ്ങളുടെ ഒരു ഇന്ററാക്ഷൻ കിട്ടാനായിട്ട് എനിക്ക് അതിന്റെ ഒരു യെസ് ഓർ നോ എന്നുള്ള ഒരു ആൻസർ ഇവിടെ കിട്ടുകയാണെങ്കിൽ വലിയൊരു ഹെൽപ്പ് ആയിരിക്കും. ഹലോ ഹലോ, കേൾക്കുന്നില്ലേ? ഇതിൽ ആരെങ്കിലും ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടോ? ഓക്കെ, ഞാൻ കൺസിഡർ ചെയ്യുന്നു ഉണ്ട് എന്നുള്ളത്. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റിട്ടേൺ. എക്സ്ക്യൂസ് മീ മുബാറക് സർ. യെസ് പ്ലീസ് സർ, ഞാൻ ഷീബ. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ കാര്യത്തിനെ കുറിച്ചിട്ട് ചോദിച്ചതുകൊണ്ടുള്ള മറുപടിയാണ് ഇപ്പം. പിന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിലാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നു. നമ്മളെല്ലാവരും ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്നുള്ളത് ബാങ്കാണ് എന്ത് ചെയ്യുന്നത്, റിട്ടേൺ കൊടുക്കുന്നത്. അതെ അതെ. അപ്പൊ അത് ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാന്ന് വെച്ചാല്, നമ്മള് ഇപ്പൊ ഇവിടെ ആ രീതിയിൽ സംസാരിക്കാൻ പറ്റുമോന്ന് അറിയില്ല. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ ഒരു പൊതുവേ ഉള്ളൊരു നമ്മളൊരു കോൺസെപ്റ്റ് വെച്ചിട്ട്, നമ്മൾ മുസ്ലിംസ് ആയതുകൊണ്ട് ഫിക്സഡ് ഡെപ്പോസിറ്റ് ബാങ്കിൽ ഇടരുത് എന്നുള്ള ഒരു പൊതുവെ ഒരു കാഴ്ചപ്പാടുണ്ട് പൊതുവെ.
ഞാനത് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന ടേം ഒരു ഫിക്സ്ഡ് ആയിട്ട് റിട്ടേൺ കൊടുക്കുന്നു എന്നുള്ളതാണ്. അതെ ഓക്കെ അതെ അതെ അതന്നെ ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് അതിൽ എതിരഭിപ്രായമല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഓക്കെ അതുകൊണ്ട് തന്നെ ഞങ്ങള് കൊറോണന്റെ സമയത്ത് ഒരുപാട് ആൾക്കാർ അതുകൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഈ പറഞ്ഞ പോലെ ഇടാത്തത് കൊണ്ട് ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് പലരും ഇട്ടിരുന്നില്ല. ഗൾഫിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ അതുകൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലെ എമർജൻസി ഫണ്ടിലോ ഒന്നും ഇടാത്തത് കാരണം, ഇൻവെസ്റ്റ് ഒന്നും ചെയ്യാത്തത് കാരണം ആഹ് ഒരുപാട് അനുഭവിച്ച, അതായത് കയ്യിലൊരു കാശൊന്നും ഇല്ലാതെ മറ്റുള്ളവരുടെ അടുത്ത് നിന്നൊക്കെ കടം വാങ്ങിക്കേണ്ടി അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. കേട്ടിട്ടുണ്ട്. ഓക്കെ അപ്പൊ അന്നേരമാണ് ഞാൻ പോലും പിന്നെ ഇതിനെ കുറിച്ച് ആലോചിച്ച് തുടങ്ങി. നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് പേര് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നത് കണ്ടപ്പോൾ ഞാൻ ഇത് നമ്മളൊരു ഇസ്ലാമിക് ഒരു ഇത് വെച്ചിട്ട് ആരും ഇത് ഡെപ്പോസിറ്റ് ചെയ്യുന്നില്ല, ബാങ്ക് ഹറാമാണ്, അങ്ങനെയാണ്, ഇതിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വെച്ചിട്ട് ഇതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തപ്പോഴാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കിയത്. അത് എവിടെ ചെയ്യണം എന്നുള്ളത് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ നിന്ന് മാറി ചിന്തിച്ചിട്ട് ടാറ്റ ലൈഫില് കുറച്ച് കേട്ട് അതിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ പറഞ്ഞ പോലെ സാർ ഇപ്പം പറഞ്ഞ പോലെയുള്ള ഒരല്പ റേഷ്യോ വെച്ചിട്ട് ഞാനും ഇൻവെസ്റ്റ് ചെയ്തു. എൻ്റെ ബ്രദറിനെ കൊണ്ടും ഇൻവെസ്റ്റ് ചെയ്യിച്ചു. അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടുണ്ട്. ഓക്കെ എനിക്കറിയാൻ പറ്റിയത് മാം നമുക്കൊരു റിട്ടേൺ കിട്ടുന്നുണ്ട്, അതൊരു ഫിക്സ്ഡ് എമൗണ്ട് അല്ല അല്ലേ? ആണ് റിട്ടേൺ കിട്ടുന്ന രീതിയിൽ. അത് ഓക്കെ ടാറ്റ ലൈഫില് ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങളുണ്ട്. അപ്പം പഠിച്ചു വന്നപ്പം പെൻഷൻ ആയിട്ടുള്ളതുണ്ട്, പിന്നെ അതുപോലെ ഇയർലി റിട്ടേൺസ് കിട്ടുന്നതുണ്ട്, മന്ത്ലി റിട്ടേൺസ്, അങ്ങനെ പിന്നെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. അപ്പം അതൊരു വലിയൊരു ഹെൽപ്പായിട്ട്, കാരണം നമ്മൾ ഈ ബാങ്കിൽ ഇടുമ്പോഴാണല്ലോ ഈ പറഞ്ഞ പോലത്തെ ഒരു ഇഷ്യൂസ് ഒക്കെ ആൾക്കാർ സംസാരിക്കുന്നത്. പക്ഷെ നമ്മൾ അതുപോലെ LIC ഒക്കെ പറയുമ്പോൾ ഇൻഷുറൻസ് എന്നുള്ളൊരു ഇത് വരുന്നത് കൊണ്ട് അതും ചിലവർക്ക് അത് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് കുറച്ചും കൂടി സ്റ്റഡി ചെയ്തപ്പോഴാണ് ടാറ്റ എന്ന് പറയുന്ന കമ്പനി അത് അവരുടെ പ്രൊഡക്ട്സിൽ അത് ആ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റിലാണ് വരുന്നതെന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അതിലേക്ക് പോയത്. അപ്പൊ അങ്ങനെ രീതിയിൽ എടുത്തിട്ടുണ്ട്, ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. താങ്ക്സ് ശിവ മാം, താങ്ക്സ് എ ലോട്ട്. ഞാൻ ഫിക്സ്ഡ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ അതൊരു ലോക്കിംഗ് പീരീഡ് അല്ലാത്ത രീതിയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലൊരു ഒരു ടേമാണ്. ഒരു സ്റ്റേബിൾ റിട്ടേൺസ് കിട്ടാൻ ഒരു സാധ്യത കൂടുതലുള്ളതാണ്. ഇതേപോലെ തന്നെ ഇപ്പൊ മാം പറഞ്ഞ പോലെ തന്നെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് അങ്ങനെയുള്ള ഒരു ടൂളാണ് മാം ഇത് യൂസ് ചെയ്യാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അതായത് നമുക്കൊരു ഫിക്സ്ഡ് വരുന്നില്ല. ഈ ഒരു കമ്പനി എക്സ്പേർട്സ് എന്ത് ചെയ്യുന്നു, അതിന്റെ ഫൈനാൻഷ്യൽ അഡ്വൈസേഴ്സ് ഫണ്ട് കളക്ട് ചെയ്തതിനു ശേഷം അവരതിനെ മ്യൂച്വൽ ഫണ്ടിലേക്ക്, കമ്പനിയുടെ ഡെപ്റ്റ് ഫണ്ടിലേക്ക് എന്ത് ചെയ്യും, ഡിവിയേറ്റ് ചെയ്തിട്ട് ഒരു റിട്ടേൺ കിട്ടാവുന്ന രീതിയിൽ, അത് പെർസെൻറ്റേജ് വൈസ് നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു റിട്ടേൺസ് എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ ദാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ്. ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ഇൻ ദ സെക്കൻഡ് ടൂൾ ആസ് വെൽ. അതേപോലെ തന്നെ നമുക്ക് ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഒരു ടൂളാണ് ഈ സുവേറിയൻ ഗോൾഡ് ബോണ്ട്സ് എന്ന് പറയുന്നത്. എല്ലാ ആളുകളും ഫിസിക്കലി ഗോൾഡ് വാങ്ങി വെക്കുന്നതിനോട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. ആസ് എ ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഉറപ്പായിട്ട് നമുക്ക് പാസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പാസ്റ്റ് ഒരു 20 ഇയേഴ്സിന്റെ ഒരു ടൂൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു 7 to 8% ഒരു റിട്ടേൺസ് കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ടൂൾ തന്നെയാണ് ഈ ഗോൾഡ്സ് എന്ന് പറയുന്നത്. നമ്മളത് ഗോൾഡ്സ് ഫിസിക്കലി വാങ്ങി വെക്കുന്നതിനെക്കാട്ടും നല്ലത് നമുക്കൊരു ഡിജിറ്റലി ഒരു ഫോർമാറ്റ് ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ടൂൾ തന്നെയാണ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അല്ലെങ്കിൽ സൊവേറിയൻ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള ടൂൾസ്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഉറപ്പായിട്ടും ഒരു റിട്ടേൺസ് വരുന്ന ഒരു സ്റ്റേബിൾ അസറ്റ് എന്നുള്ള കാറ്റഗറിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഉൾപ്പെടുത്താൻ പറ്റും. നമുക്കത് ഗവൺമെന്റ് പറയുന്ന ഒരു മിനിമം ഒരു അഷ്വേർഡ് റിട്ടേൺ 7 to 8% പറയുന്നുണ്ടെങ്കിൽ പോലും ഗവൺമെന്റ് ഇറക്കുന്ന ക്വാർട്ടർലി ഇറക്കുന്ന SGB, അതായത് സൊവേറിയൻ ഗോൾഡ് ബോണ്ടിലേക്ക് അവർ 5% അഡീഷണലി എന്ത് ചെയ്യാറുണ്ട്, അതിനെ ആഡ് ചെയ്യാറുണ്ട്. അതും നമുക്കൊരു സ്റ്റേബിൾ അസറ്റ് കാറ്റഗറിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഉൾപ്പെടുത്താൻ പറ്റും. ഇതേപോലെ തന്നെ നമുക്ക് ഉൾപ്പെടുത്താവുന്ന ഒരു കാറ്റഗറി തന്നെയാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് ഏരിയയിലേക്ക് നമുക്ക് കടക്കുന്നില്ലെങ്കിലും കൊമേഴ്ഷ്യൽ റെസിഡൻഷ്യൽ ഏരിയയിലേക്ക് നമ്മൾ വരുമ്പോൾ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ഗെറ്റിംഗ് റെന്റ് ഈൽഡ് അല്ലേ? നമുക്ക് റെന്റ്
നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫിക്സ്ഡ് റെന്റ് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം. റെസിഡൻഷ്യൽ റിയൽ എസ്റ്റേറ്റ് ഏരിയയിലല്ലെങ്കിലും നമുക്ക് ഗ്രോത്ത് കൂടുതലുള്ളത് കൊമേഴ്ഷ്യൽ റിയൽ എസ്റ്റേറ്റ് ഏരിയയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, അതിനെയും ഒരു സ്റ്റെബിലിറ്റി കീപ്പ് ചെയ്യുന്ന ഒരു കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റും അല്ലെ. ഇതേ രീതിക്ക് തന്നെ നമ്മൾ ഹൈ റിസ്ക് റിട്ടേൺ കാറ്റഗറിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ റിസ്കി അസറ്റ്, ഹൈ റിസ്ക് എന്ന് പറയുമ്പോൾ വോളിയം ഓഫ് റിട്ടേൺസ് എന്ത് ചെയ്യാം, അതും കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു 30 എന്ന് പറയുന്ന ഒരു ഏജ് ക്രൈറ്റീരിയ മൈനസ് എന്ത് ചെയ്യുന്നു 100ലേക്ക് കൊടുക്കുമ്പോൾ 70 എന്ന് പറയുന്ന ആ ഒരു കാലഘട്ടത്തിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിസ്ക് കുറച്ചെടുത്ത് റിട്ടേൺസ് കൂടുതലുള്ള രീതിയിലേക്ക് നമുക്ക് ടൂൾസിന് നോക്കാം. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് ഇക്വിറ്റി ഷെയർ മാർക്കറ്റ് തന്നെയായിരിക്കും ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു മേഖല. ഇന്ന് ഇന്ത്യയിലുള്ള NSEയും PSEയും പോലുള്ള ലിസ്റ്റഡ് ഷെയർസിൽ ഒരുപാട് കമ്പനീസിന്റെ ഇക്വിറ്റി ഷെയർസ് ഷോർട്ട് ടൈമിലേക്കും ലോങ് ടേമിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടൂള് ഇപ്പോ നമുക്ക് കാണാൻ കഴിയും. അതിനെപ്പറ്റി കൂടുതൽ നോളജ് നമുക്കില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, മ്യൂച്വൽ ഫണ്ട്സിലേക്ക് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും മ്യൂച്വൽ ഫണ്ട്സിൽ കമ്പനി എക്സ്പേർട്സ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ട്സ് ഓരോ ഇൻഡസ്ട്രീസിൽ നിന്നുള്ള ഷെയർസിനെ അവർ കമ്പൈൻ ചെയ്തിട്ട് മ്യൂച്വൽ ഫണ്ട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതും നമുക്ക് എന്ത് ചെയ്യാം, ഏൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റിട്ടേൺസ്, നമുക്ക് റിസ്ക്കും കൂടുതലാണെങ്കിലും നമുക്ക് റിട്ടേൺസ് അതേ അനുസരിച്ചിട്ട് കൂടാനുള്ള സാധ്യതയും കൂടുതലുണ്ട്. ഒരു വോളട്ടൈൽ മാർക്കറ്റാണ് എപ്പോഴും അതിനെന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു കാറ്റഗറിയിലേക്ക്, ഹൈ റിസ്ക് കാറ്റഗറിയിലേക്ക് നമുക്ക് ഉൾപ്പെടുത്താനും പറ്റും. ഇതേ രീതിക്ക് തന്നെ നമുക്ക് IPOs ഉണ്ട്, ഇനീഷ്യൽ പബ്ലിക് ഓഫേഴ്സ് കാറ്റഗറി. അതും ലിസ്റ്റ് ചെയ്യുന്ന ചില കമ്പനികൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ടൈമിൽ അതല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ചെയ്ത് ഷെയർസ് കൂടുതൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം തോന്നുന്ന സമയത്ത് അവരിറക്കുന്ന ഇനീഷ്യൽ പബ്ലിക് ഓഫേഴ്സ് നമുക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്നും ആ ഷെയർസിന്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഒരു റിട്ടേൺസ്, നമുക്കൊരു അഷ്യോർഡ് റിട്ടേൺസ് നമുക്കത് പറയാൻ പറ്റത്തില്ല, എന്നാൽ പോലും അതിൽ നിന്ന് ഒരു ഹൈ വോളിയം ഓഫ് റിട്ടേൺസ് നമ്മൾ കളക്ട് ചെയ്യാവുന്ന രീതിയിലേക്ക് നമുക്ക്. അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസീസും എക്സ്പീരിയൻസ്ഡ് ആളുകളാണെങ്കിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് പഠിച്ച് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പെർസെൻറ്റേജ് കാറ്റഗറിയിലേക്ക് ഇതിനെ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് ക്യാൻ ബി മേക്ക് ദ റിട്ടേൺ ഫ്രം ഇറ്റ്. ലാസ്റ്റ് എനിക്ക് പറയാനുള്ള ഒരു ഹൈ റിസ്ക് കാറ്റഗറിയിലേക്ക് നമുക്ക് കൊണ്ടുവരുമ്പോൾ ഒന്ന് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, നമ്മളുടെ ഫ്രണ്ട്സുകളുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാർട്ട്ണർഷിപ്പ് കമ്പനീസ് അതെല്ലാം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഫൈനാൻഷ്യലി കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് വരുന്ന ഒരു റിട്ടേൺ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ആ ഒരു പാസീവ് റിട്ടേൺ നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു സേവിങ്സ് കാറ്റഗറിയിൽ നിന്ന് വരുന്ന ആ ഒരു എമൗണ്ട് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉറപ്പായിട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാറ്റഗറി തന്നെയാണ്. ഇതിനനുസരിച്ച് നിങ്ങളിൽ എല്ലാവർക്കും എന്ത് ചെയ്യാം, ഈ ഒരു ഫോർമുല യൂസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ റിസ്കി അസറ്റും ഹൈ റിട്ടേൺസ് അസറ്റും, അതായത് നമുക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള അസറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാവുന്ന ഒരു മേഖല തന്നെയാണ് ഇതൊന്ന് എനിക്ക് പറയേണ്ടതായിട്ട് വരും. ഇതേപോലെ തന്നെ ഞാൻ അതിന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റിന്റെ ആ ഒരു കാറ്റഗറിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഡെഫിനറ്റ്ലി ദർ വിൽ ബി എ ടാക്സ്. അതിൽ ടാക്സ് ഡിഡക്ഷൻ സോഴ്സസ് ആയിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഐ ക്യാൻ റെക്കമെൻഡ് യു ഫോർ ദാറ്റ് ഈസ് ദ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ്. അതിൽ നമ്മളുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ടാക്സ് ഡിഡക്ഷൻ സോഴ്സസ് അതിൽ ഉണ്ടാകുന്നില്ല. ഈ ഒരു ഇക്വിറ്റി ഡെപ്റ്റ് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ദർ ആർ എ ലോട്ട് ഓഫ് ടാക്സ് ഡിഡക്ഷൻ സോഴ്സസ് ആർ അവൈലബിൾ. സോ ഇറ്റ് കുഡ് ബി support for us by after discussion with the tax consultant. Definitely it was a good option for it. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഒരു കാരണവശാലും നമ്മളെ ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് ഒരിക്കലും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ, അതായത് നമ്മൾ ഒരു ഏജ് കൂടും തോറും, അതായത് 45 അല്ലെങ്കിൽ 55 കൺസിഡർ ചെയ്യുമ്പോൾ ദ ഇക്വേഷൻ വാല്യൂ വിൽ ബി 45 വിൽ ബി ഹൈ റിസ്കിലേക്ക് നമുക്ക് പോകുമ്പോൾ നമ്മുടെ ആ ഹൈ റിസ്ക് എടുക്കുന്ന ഒരു റിട്ടേൺ കിട്ടുന്നതിന്റെ വോളിയം നമുക്ക് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ബി ഡിക്രീസ്. കാരണം നമുക്കുള്ള എക്സ്പെൻസസ് കൂടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ യങ് ഏജ്, അതായത് സേവിങ്സിന്റെ ആ ഒരു റേഷ്യോ കൂട്ടി നമ്മളുടെ ഇൻക്രിമെന്റ് എന്ന് പറയുന്ന കമ്പനി കൊടുക്കുന്ന ഇൻക്രിമെന്റ് ഡെഫിനറ്റ്ലി ദർ ആർ ലെസ് ഫിക്സ്ഡ് ഓർ കൺസിസ്റ്റന്റ് ഇൻക്രിമെന്റ് കമ്പനീസ് പ്രൊവൈഡ് ചെയ്യുന്നത് വളരെ ഇതാണ്. നമ്മൾ ഇതിലൂടെ ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി ഇൻഫ്ലേഷൻ റേറ്റിനെ കവർ ചെയ്യാനായിട്ട്, നമ്മളുടെ റീസെന്റ് ഇൻഫ്ലേഷൻ റേറ്റ് വരുന്ന 6 to 7% കവർ ചെയ്യാൻ ഡെഫിനറ്റ്ലി ഇറ്റ് ക്യാൻ ബി ഗിവ് യു മോർ ഫ്രം ദിസ് പോർട്ട്ഫോളിയോ. ഇത്
എനിക്ക് ഈ ഒരു വെബിനാർ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ, ഞാൻ എൻ്റെ സെഷൻ അവസാനിപ്പിക്കുന്നതിന് മുന്നേ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു പറഞ്ഞ ഒരു എമർജൻസി ഫണ്ടിന്റെയും അതായത് ബഡ്ജറ്റിന്റെയും ഫോർമുല ഞാനൊന്ന് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ് പോലും. 70-20-10 എന്ന് പറയുന്നത്, അതായത് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് നിങ്ങൾ ചെയ്യുന്ന 70യും സേവിങ്സ് ബാങ്കിൽ ചെയ്യുന്ന 20യും അതേപോലെ തന്നെ ലിക്വിഡ് ആയിട്ട് കീപ്പ് ചെയ്യുന്ന 10ഉം ഇതൊരു എമർജൻസി ഫണ്ടിന്റെ ഇക്വേഷൻ ഫോർമുലയാണ്. നിങ്ങളനുസരിച്ച് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും, ഇത് ഞാൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ചതും, കാരണം ഇത് ഞാൻ റിസർച്ച് ചെയ്തിട്ടുള്ള എക്സ്പേർട്സ് മുഖേന കണ്ടതും, ഈ ഒരു ഫോർമുലയിൽ ചെറിയൊരു വോളറ്റൈൽ ചേഞ്ചസും ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനെ അപ്ലൈ ചെയ്ത് നോക്കാം. അതേപോലെ തന്നെ നമ്മൾ സേവിങ്സ് ബഡ്ജറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ബേസിക് നീഡ്സിനെയും 50% ആയിട്ട് കൺസിഡർ ചെയ്യുക, 30% നമ്മുടെ വാണ്ട്സിനെ കൺസിഡർ ചെയ്യുക, 20% definitely I recommend to do the investment to get a passive revenue as I consider as a salary increment. If we are not getting expected salary increment from the employer side, it will be adjustable for your salary growth and to consist to be in the inflation rate as well. Okay, thanks a lot. ഓക്കെ, മുബാറക്, വളരെ സന്തോഷം. നമ്മുടെ പോർട്ട്ഫോളിയോ ഡിസൈനിങ്ങിനെ കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള ഒരു പഠനമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഫിനാൻസും അതെ, അതില് ഈ ഫിനാൻസുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം വ്യത്യസ്തമായിട്ടുള്ള പിന്നെ ചിന്തകളും അതേപോലെ തന്നെ ആശയങ്ങളും ഉൾക്കൊള്ളുന്ന ആളുകളാണ് മലയാളികൾ, അല്ലെ? ഫിനാൻസ് പെട്ടെന്ന് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്, തീരെ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ട്, ഒരുപാടായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് റിട്ടേൺ കിട്ടുന്ന ആളുകളുണ്ട്. അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ഈ പണം നിക്ഷേപിക്കുന്നതും പണം സേവ് ചെയ്യുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഓരോരുത്തരും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് എങ്ങനെ നമുക്ക് അതിലേക്ക് പോകാം, മുന്നോട്ട് പോകാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു വിശേഷം ഫിക്സ്ഡ് ഡെപ്പോസിറ്റുമായി ബന്ധപ്പെട്ടൊക്കെയാണ് ഇവിടെ പിന്നെ മുബാറക് പ്രധാനമായിട്ടും ചർച്ച ചെയ്തത്. അപ്പൊ ഇന്ന് ചർച്ച ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും നേരത്തെ പറഞ്ഞ ഒരു മുബാറക്കിൻ്റെതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ അവതരിപ്പിച്ചു, അതേപോലെ തന്നെ അതിന്റെ ചില ഷെഡ്യൂളുകളും കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും മുബാറക് ഭായ്. ഞാൻ വേറൊരു ക്ലാസ് നിന്ന് കേട്ടതാണ്. നമ്മൾ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് നടത്തുമ്പോൾ അതിന്റെ ചെറിയൊരു ശതമാനം, നമ്മളെ വരുമാനത്തിൽ 1% നമ്മൾ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് വേറെ തന്നെ ഒരു അക്കൗണ്ടിലേക്ക് മാറ്റി വെക്കുന്നത് വളരെ നല്ലൊരു ഫോളോ അപ്പ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? നമുക്കിപ്പം കിട്ടുന്നതിന്റെ ഒരു 10,000 രൂപ വരുമാനം ഉണ്ടെങ്കിൽ അതിൽ അറ്റ്ലീസ്റ്റ് ഒരു 100 രൂപ നമ്മളൊരു ചാരിറ്റി എന്ന ഒരു കണക്കിൽ വേറെ തന്നെ ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ട് നമുക്ക് വേറൊരു അക്കൗണ്ട് എടുത്തിട്ട് ചെയ്യുന്നത് നല്ലതെന്നാണ് ഒരു എനിയാഗ്രാം പഠിപ്പിക്കുന്ന സാറ് പഠിപ്പിച്ച് തന്നതാണ്. അപ്പൊ അതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? അതൊരു നല്ലൊരു തീരുമാനം. ഞാൻ ടോപ്പിക് ചൂസ് ചെയ്യാൻ കാരണം ഒരു വെബിനാറിന്റെ ഭാഗവും എൻ്റെ ഒരു ട്രെയിനിങ്ങിന്റെ ഭാഗവും, അതായത് ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടുക എന്നുള്ളത് എൻ്റെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് കൂടിയാണ്. ഒരു ഫൈനാൻഷ്യൽ കൺസൾട്ടന്റ് എന്ന രീതിയിൽ എന്തായാലും ഡെഫിനറ്റ്ലി വി ഷുഡ് കീപ് 2%. അത് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതല്ല, നമ്മളുടെ അസറ്റിന്റെ, അതായത് നമ്മളുടെ ഏർണിങ്സിന്റെ 2% ഡെഫിനറ്റ്ലി നീഡ്സ് ടു ബി ആസ് എ ചാരിറ്റി. നമ്മളുടെ ഒരു അത് ചെയ്യണം. ഒരു പക്ഷേ എനിക്ക് കട്ടായിരുന്നു ഈ വെബിനാറിൽ ഒരു 10-15 മിനിറ്റ് എനിക്ക് നെറ്റ് ഇഷ്യൂസ് കേട്ടില്ല. ചിലപ്പോൾ സാറ് പറഞ്ഞത് ഞാൻ മിസ്സായി പോയതാണോ എന്ന് എനിക്ക് അറിയില്ല. അതാണോ ഞാനത് ഇവിടെ ചർച്ച ചെയ്തിട്ടില്ല. 2% അല്ലെങ്കിൽ 2.5% പറയുന്നത് ഡെഫിനറ്റ്ലി ഇറ്റ് മസ്റ്റ് ബി ഡൺ. ഓക്കെ, താങ്ക്സ്. ഓക്കെ, താങ്ക് യു സാർ. എന്തായാലും നല്ലൊരു ടോപ്പിക് ആയിരുന്നു, നന്നായിട്ട് സാറ് പ്രസന്റ് ചെയ്തു. താങ്ക് യു വെരി മച്ച്. എനിക്ക് തോന്നുന്നു ഒരു 30 മിനിറ്റ്സ് കവർ ചെയ്യാൻ പറ്റിയെന്ന് തോന്നൂലേ? ഓ തീർച്ചയായിട്ടും. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 30 മിനിറ്റ്സിൽ കൂടുതൽ കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. താങ്ക്സ് എ ലോട്ട്. സെക്കൻഡ് അറ്റംപ്റ്റ് അറ്റ്ലീസ്റ്റ് the first topic I had taken നമ്മൾ എന്തെടുത്തത് ഒരു ഹെൽത്ത് കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക് ആയിരുന്നു. അത്
അതും എന്തായാലും വ്യത്യസ്ത മാക്സിമം എനിക്ക് എന്ത് ഒരു 10-15 മിനിറ്റ്സ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കുറച്ചൊരു ഗ്രോത്ത് ഉണ്ടെന്ന് വിചാരിക്കാം. ഒരു മഴ പെയ്ത് തോർന്ന ഒരു കുളിരുണ്ടല്ലോ ഇപ്പൊ. തീർച്ചയായിട്ടും ഇന്ന് കുറച്ചും കൂടിയും കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അന്നത്തേക്കാൾ. കാരണം അന്ന് നമ്മളൊരു 7:30 ആയപ്പോൾ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തിരുന്നു. ഇന്ന് നമ്മൾ കുറച്ചും കൂടിയും അതിനെ ഒന്ന് എൻലാർജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റി എന്നുള്ളതാണ്. വളരെ നന്നായിട്ട് തന്നെ അവതരിപ്പിച്ചത്. നല്ല രീതിയിൽ തന്നെ കാര്യങ്ങൾ അവതരിപ്പിച്ചു. നല്ല കോൺഫിഡന്റ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവാ. ക്വസ്റ്റ്യൻസ് ആർക്കും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ എനിക്കറിയാം. കാരണം ടോപ്പിക് അത്ര നീട്ടി ഒരു 40 മിനിറ്റ്സിലേക്ക് കൊണ്ടുപോകാൻ 50 മിനിറ്റ്സിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. സാർ അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഏരിയ ഓഫ് ഇംപ്രൂവ്മെന്റ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ. ബാക്കിയുള്ളവരാരെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളോ മറ്റോ ഉണ്ടോ? അതല്ലെങ്കിൽ മുബാറക് സാറിന്റെ അവതരണത്തെ കുറിച്ചൊക്കെ ഉള്ള ഫീഡ്ബാക്ക് പറയാം. സാർ തന്നെ അതിനെ കുറിച്ചിട്ട് പറയുന്നതാണ് നല്ലത്. എന്നാൽ പിന്നെ നമ്മൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ശ്രദ്ധയിൽപ്പെടുകയും അത് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിട്ടൊരു ശ്രമം നടത്തുകയും ചെയ്യാലോ. അതെ അതെ പറഞ്ഞോളൂ സാർ. ഓക്കെ. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ഇപ്പൊ മുബാറക്കിന്റെ രണ്ടാമത്തെ ഒരു വെബിനാറാണ്. അപ്പോൾ നമ്മൾ കമ്പാരിറ്റീവ്ലി നമ്മളുടെ ഒരു ആക്ഷനുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് നമ്മൾ കമ്പാരിസൺ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത്. കാരണം അങ്ങനെ കമ്പയർ ചെയ്തുകൊണ്ടേ നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ആ നിലക്ക് തന്നെ ഇതൊരു സക്സസ് ആയിട്ടുള്ള ഒരു വെബിനാർ ആണെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കഴിഞ്ഞ വെബിനാർ സക്സസ് ആയി എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്, കഴിഞ്ഞ വെബിനാറും. പക്ഷെ അത് മുബാറക് അതിനോട് അത്ര എനിക്ക് സംതൃപ്തമല്ല എന്നുള്ളത് കൊണ്ടാണ് പിന്നെ നമ്മളൊരു സെക്കൻഡ് അറ്റംപ്റ്റിലേക്ക് വന്നത്. അന്നുണ്ടായിരുന്ന ഷിവറിങ് എനിക്ക് കുറച്ചൊന്ന് കുറഞ്ഞു എന്ന് പോലെ തോന്നുന്നു. തീർച്ചയായിട്ടും അന്നത്തെക്കാളും പിന്നെ ഇത് വളരെ നന്നായിട്ട് തന്നെ കുറച്ചുകൂടി ആ ഒരു സത്യം പറഞ്ഞാല് ആ ഒരു ചെറിയ ഷിവറിങ്ങും ഓരോ ഒക്കെ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നമ്മൾ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞ് പിന്നീട് നാട്ടുകാരെ അടി കിട്ടേണ്ട ഒരു അവസരം വരും. അത് ഒഴിവാക്കാൻ ചെറിയൊരു സ്റ്റേജ് ഫ്രൈറ്റ് ഷിവറിങ് ഉള്ളത് നല്ലതാണ് എന്ന എന്റെ അഭിപ്രായം. അല്ല സാർ, നമ്മളെ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് നമുക്ക് വരുന്നത് ചില കമ്പ്യൂട്ടേഴ്സിന്റെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്സിന്റെ ഏതെങ്കിലും മൊഡ്യൂൾസ് അവർക്ക് ട്രെയിൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ആ ഒരു ഫീൽഡുമായിട്ട് ബന്ധമുണ്ടല്ലോ. അത് ഇവിടെ വന്ന് പ്രസന്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എന്തായാലും ഒരു സ്കില്ല് നമ്മൾ നിരന്തരം ഇമ്പ്രൂവ് ചെയ്യുക നല്ലതാണല്ലോ. ഈ ഒരു മേഖലയിൽ കൂടുതൽ ഉയരങ്ങൾ താണ്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതെ അതെ അതെ. അല്ല, അതായത് നമ്മൾ ഒരാളുടെ അവതരണത്തിലെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും അദ്ദേഹത്തിന് എത്രത്തോളം ആ ഒരു വിഷയത്തിലും അതല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ എത്രത്തോളം കോൺഫിഡൻസ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ നമ്മൾ കൈകളൊക്കെ ഉയർത്തി കുറച്ചുകൂടി നമ്മൾ ഫ്രീ ആയിട്ട് സംസാരിക്കുന്നത് കുറച്ചുകൂടി കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇന്ന് അങ്ങനത്തെ കുറച്ച് ആക്ഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മറ്റേ നമ്മളെപ്പോഴും അൺകംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഒന്നും നമുക്ക് സൗണ്ട് നല്ല കോൺഫിഡന്റ് ആണ്. ആ വിഷയത്തിൽ നല്ലൊരു നോളജ് ഉണ്ട് എന്ന് ആ സൗണ്ട് എന്താ പറയാ നിങ്ങള് ബാക്കി ഞാൻ ബോഡി ലാംഗ്വേജ് ശ്രദ്ധിച്ചില്ല. കാരണം ഇയർഫോണില് സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. ഞാൻ ലേറ്റ് ആയി പോയി സാർ, അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്നാലും മനസ്സിലായി ചെറിയ ഫിനാൻഷ്യലി കാര്യങ്ങളാണ്. എന്തായാലും മിസ്സായി പോയി. സാരമില്ല, ഇൻഷാല്ലാ. സാറിന്റെ വോയിസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇൻഷാല്ലാ കേട്ടത് പറഞ്ഞു. കണ്ടിട്ട് അഭിപ്രായം പറയാം. കാരണം കുറച്ച് ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. ഒരു 20% ഗ്രോത്ത് അത് മതി. അതാണ് അവർക്കുള്ള സെൽഫ് കോൺഫിഡൻസ് ആണ് ഏറ്റവും പ്രധാനം. മറ്റുള്ളവരെന്ത് പറയുന്നു എന്നതല്ല. സാറിനിപ്പോ ഈ ക്ലാസ് എടുത്തപ്പോ എന്ത് തോന്നി, അതാണ് ഏറ്റവും പ്രധാനം. അതെ, നെക്സ്റ്റ് ടൈം ഇൻഷാല്ലാ എന്തായാലും തീർച്ചയായും വേഗം കയറുന്നതായിരിക്കും. ഐ കോണ്ടാക്ട്സും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ലെങ്കിലും ഞാൻ എന്റെ ക്യാമറയിലേക്ക് നോക്കിട്ട് തന്നെ, കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്, ഒരു ഇത് കിട്ടുന്നില്ല. കാരണം നമ്മളുടെ ഓഡിയൻസിനെ നമ്മൾ കാണുന്നില്ലല്ലോ. അല്ല, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ എല്ലാവരും പറഞ്ഞു, ആ ബാച്ചിലുള്ള എല്ലാവരും പറഞ്ഞു സാർ ഓക്കെ ആണ്, അത്ര മോശമായിട്ടൊന്നല്ല എടുത്തതെന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ബട്ട് മുബാറക് വാസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പൊ അതുകൊണ്ട് അത് അവിടെ ഹോൾഡ് ചെയ്തു. അല്ല, ഒരു ട്രെയിനറുടെ ഏറ്റവും നല്ല ക്വാളിറ്റി ആണ്. നമ്മള് കൂടുതൽ ഇമ്പ്രൂവ് ആവാം. ഞാൻ ചെയ്തത് ശരിയായില്ല. ഇപ്പൊ മമ്മൂട്ടിയൊക്കെ പറയുന്നത് ചില സിനിമയിൽ പറയും ഞാൻ എടുത്തത് ശരിയായില്ല. ഇപ്പൊ ജയനൊക്കെ മരിക്കാൻ കാരണം ആ എടുത്ത ഷൂട്ടിങ്, ആ ഒരു രംഗം ഇനിയും ശരിയായില്ല, ഇനി ഒന്നും കൂടെ എടുക്കാം എന്ന് പറഞ്ഞ് ചെയ്തതാണെന്ന് പറയുന്നുണ്ട്. കാരണം നിങ്ങൾ അപ്പൊ മുബാറക് സാറിന്റെ ആ ഒരു
അപ്രോച്ച് എന്തായാലും ഒരു സ്വാഗതാർഹമാണ്. ഇനിയും അതെ. ശരിയായില്ല, ഇനിയും കുറച്ചുകൂടി ടു ഇംപ്രൂവ് ലിറ്റിൽ എന്ന ഒരു കൺസെപ്റ്റ് മാഷാഅല്ലാ അത് നല്ലൊരു കൺസെപ്റ്റ് ആണ്. താങ്ക്സ് ആ താങ്ക്സ് എ ലോട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോ അടുത്ത ടോപ്പിക്കിലേക്കെങ്കിലും എന്റെ വൈഫിനെയും ഇൻവൈറ്റ് ചെയ്യാമായിരുന്നു. അല്ല അതെ 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 അല്ല അത് ആ ഒരു കോൺഫിഡൻസ് ലെവൽ തുടക്കത്തില് എല്ലാ ട്രെയിനേഴ്സിന്റെയും ആദ്യത്തെ ഈ പ്രസന്റേഷൻ വളരെ ബോറാണ്. ഇതിപ്പോ നമ്മളെ അനിൽ ബാലേന്ദ്രൻ എന്നൊക്കെ പറയാറുണ്ട്, എല്ലാവരും പറയാറുണ്ട്. കാരണം അവരൊക്കെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു രണ്ടുപേര് അവരൊക്കെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. കാരണം നീ എന്താണ് കണ്ണാടിയിൽ നോക്കിയിട്ടില്ല ഇതുവരെ, അങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടെന്നറിയാം. പക്ഷെ അതൊന്നും അവർ പറയുന്നൊന്നും പുറത്താരെന്ത് പറയുന്നു അതൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾക്ക് കോൺഫിഡൻസ് കിട്ടി. യെസ് ഐ ക്യാൻ, യെസ് ഐ ക്യാൻ, എനിക്ക് ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉണ്ടാ. യെസ് യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. എനിക്ക് ഇത് പറയാൻ ആധികാരിക പറയാന് എനിക്ക് വലിയൊരു അർഹതയൊന്നുമില്ല. പക്ഷെ ഞാൻ ഈ കുറെ വീഡിയോകൾ ഇതൊക്കെ കണ്ടതിന്റെ ഒരു ധാരണയിൽ പറയുന്നതാണ്. ഞാനൊരു വലിയ ഞാൻ ഇതുവരെ ഞാനൊരു പ്രസന്റേഷൻ ഇതുവരെ നടത്തിയിട്ടില്ല. അത് ഒരു വിരോധാഭാസമാണ്. ഒരു ട്രെയിനിങ് ഇതുവരെ എടുത്തിട്ടില്ല. പിന്നെ നിങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് പറയാനൊരു കോൺഫിഡൻസ് വരുന്നുണ്ട്. അതുവഴി നമ്മളും വളരുകയാണ് എന്നൊരു തോന്നല് നമുക്കുണ്ട്. ഓക്കെ, എന്തായാലും സന്തോഷം. നമുക്ക് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് ഇങ്ങനെ സംഘടിപ്പിക്കാൻ പറ്റിയതിലും അതേപോലെ തന്നെ കുറച്ച് ആളുകൾക്ക് അതിലൂടെ കോൺഫിഡൻസ് ആയി വരുന്നതിലൊക്കെയുള്ള സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും നമ്മൾ എപ്പോഴും ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിനി മുബാറക്കിനെ വീണ്ടും കോൺഫിഡൻസിലേക്ക് കൂട്ടണമെങ്കിൽ വീണ്ടും എടുത്തേ മതിയാകും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇപ്പോഴേ തന്നെ അല്ലെ ഒരു മല കയറി കഴിഞ്ഞാൽ ആണ് പിന്നെ വീണ്ടും ഒരുപാട് മലകൾ കയറാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാണ്. മുബാറക് സാറ് ഒരു കാര്യം പറയാനുണ്ട്. മുബാറക് സാറ് എന്നെ അറിയായിരിക്കും. പക്ഷെ ഞാൻ ഇതുപോലെ ഒരു ട്രെയിനിങ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ തള്ളാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ മുബാറക് സാറിന് എപ്പോഴും വേണമെങ്കിൽ അങ്ങോട്ടേക്ക് വരാം കേട്ടാ, ഏത് സബ്ജക്റ്റും എടുത്തിട്ട്. രാവിലെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ കുറച്ച് ബിസിനസ്സുകാർ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താറുണ്ട്. അപ്പൊ അവരെ മുമ്പിൽ ഇതുപോലെയുള്ള സബ്ജക്ട് പ്രസന്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് സ്വയം വളരാനും മറ്റുള്ളവർക്ക് അറിവ് കൊടുക്കാനുള്ളൊരു എന്താ പറയുക ഒരു കൺസെപ്റ്റ് ആണ് അത്. തുടക്കത്തിന്റെ തുടക്കമായത് കൊണ്ട് നമ്മളത് കൂടുതൽ പബ്ലിസിറ്റി കൊടുത്തില്ല. നമ്മളെ ഫൈസൽ സാറിന് അറിയാം. ഫൈസൽ സാറും ഞാനും ഒക്കെയാണ് അത് ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ നമുക്കൊക്കെ വിശാലമായ ഒരു ലോകം പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. കാരണം നമ്മൾ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. അപ്പൊ കിട്ടുന്ന സമയങ്ങൾ, ജോലി കഴിഞ്ഞുള്ള സമയങ്ങൾ അതെ 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 അത് 365 ദിവസം ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ നമുക്ക് ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ അനിൽ ബാലേന്ദ്രനൊക്കെ ചെയ്ത് ഇമ്പ്രൂവ് ചെയ്തതുപോലെ നിങ്ങൾക്ക് പുതിയ ഓരോ ടോപ്പിക്ക് കണ്ടുപിടിക്കുകയും, കാരണം ഒരു സ്റ്റേജ് ഫ്രൈറ്റിന്റെ ആവശ്യമില്ല. കാരണം നമ്മൾ അറിയുന്ന ചുറ്റുമുള്ള കുറച്ച് പേര്, ഇതുപോലെ ഒരു 10 പേര് ഉണ്ടാവും. അവർക്ക് നമ്മൾ നിരന്തരം സംസാരിച്ച് നമ്മളെ ബോഡി ലാംഗ്വേജ്, ഐ കോണ്ടാക്ട്, നമ്മളെ സ്റ്റേജ് ഒക്കെ മാറ്റി നമുക്ക് ഒരു കോൺഫിഡൻസ് വരാം വഴി. പിന്നെ അതുവഴി മറ്റുള്ളവർക്ക് കൂടി രാവിലെ ഒരു ചാർജപ്പ്, അതായത് നമ്മളൊരു ഉദ്ദേശിക്കുന്ന ഇഗ്നൈറ്റ് യുവർ പാഷൻ, രാവിലെ ഒരു മോർണിംഗ് ചാർജപ്പ്, അതാണ് അത്. ഇൻഷാല്ല ഞാൻ അതിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് സാറിന് ഷെയർ ചെയ്തുതരാം. നമുക്ക് രാവിലെ എന്നും ഇതുപോലെ ഒരു ചെറിയ ഒരു അരമണിക്കൂർ ക്ലാസ് പങ്കെടുക്കുക. അതുവഴി കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക. വലിയ ഉയരങ്ങളിലേക്ക് സാറിന്റെ പോലെ ഒരുപാട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും കണ്ടക്ട് ചെയ്യാനൊക്കെ കഴിയും അതുവഴി. യെസ്, അതെ അതെ അതെ. നിയ സാറ് മുബാറക് സാറിന് ലിങ്ക് ഒന്ന് അയച്ചു കൊടുത്താൽ മതി. അപ്പൊ മുബാറക് സാർ അതിൽ ജോയിൻ ചെയ്തോളൂ. നമുക്ക് ഏത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമില്ല. നമുക്കത് രാത്രി അതിന്റെ തലേന്ന് നമുക്ക് നാളെ മുബാറക് സാർ ഇന്ന വിഷയത്തിൽ ഇന്നെടുത്ത സബ്ജക്ട് തന്നെ നമുക്ക് കൊടുക്കാം. അപ്പൊ എല്ലാവരും ശ്രോതാക്കളായിട്ടുണ്ടാവും. അവര് അഭിപ്രായങ്ങളൊക്കെ പറയും, അവർക്കത് ഉപകാരമാവും. പിന്നെ അത് യൂട്യൂബിലേക്ക് നമുക്ക് അപ്ലോഡ് ചെയ്യാം. അതുവഴി നമ്മൾ വളരെ അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ഒരു ട്രെയിനേഴ്സിന്റെ വളർച്ച നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ ചെറിയ എന്താ പറയാ സ്ലോ ആൻഡ് സ്റ്റഡി ആണ്. ആരും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വലിയ ഇന്റർനാഷണൽ റിനൗൺസ്ഡ് ട്രെയിനർ ആയിട്ടില്ല. എല്ലാവരും ഇതുപോലെ ചെറിയ വളർച്ചയിലൂടെയാണ് വളരുന്നത്. ഈവൻ നമ്മളിപ്പോ മറ്റേ കേരളം ചെയ്യുന്ന അനിൽ ബാലൻ പോലും ഇതുപോലെ ചെറിയൊരു രൂപത്തിലാണ് വളർന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, പതുക്കെ നമുക്ക് വൈൻഡപ്പിലേക്ക് പോകാം. സോ ഇന്ന് നമ്മുടെ സെഷൻ ലീഡ് ചെയ്ത മുബാറക് സാർ, അതേപോലെ തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്ന് സശ്രദ്ധം അവസാനം വരെ ഉണ്ടായിരുന്ന എല്ലാവർക്കും സന്തോഷങ്ങൾ അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമ്മളോടെ വൈൻഡപ്പ് ചെയ്യുന്നു. സോ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. ബൈ. താങ്ക് യു.